മെഗാസ്റ്റാർ മമ്മൂട്ടി ജയരാജിൻ്റെ ജോണി വാക്കർ സിനിമയിൽ ശാന്തമീ രാത്രി എന്നുള്ള പാട്ട് പാടി മദ്യപിച്ച് അഭിനയിക്കുന്ന സീനുണ്ട്. അതൊന്ന് ഭയങ്കര ഹിറ്റായൊരു സിനിമയാണ്. ആ പാട്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ തുടരുവിലുണ്ട്. അത് മമ്മൂട്ടിക്ക് പകരം ചെയ്തിരിക്കുന്നത് മോഹൻലാലാണ്. ഈ പാട്ടിനെ തുടർന്ന് ആ അന്നത്തെ സംവിധായകൻ ജയരാജും മോഹൻലാലും തമ്മിൽ പുതിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ പാട്ടുകൾ സിനിമയിൽ സീരിയലിലൊക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ തുടരുമെന്നുള്ള സിനിമ കണ്ടപ്പോൾ ശാന്തമീ രാത്രിയിൽ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ സ്റ്റെപ്പ് കാണുമ്പോൾ ഈ പാട്ട് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇത് മമ്മൂട്ടി അവതരിപ്പിച്ച സീനാണല്ലോ എന്നൊക്കെ ഒരു കമൻ്റ് അപ്പം തന്നെ വന്നിരുന്നു. എനിക്ക് ചിരി വരുന്നുണ്ട്. ഇത് ജയരാജിൻ്റെ പടത്തിൽ മമ്മൂട്ടി ചെയ്തതാണ്. മമ്മൂട്ടിക്ക് അന്ന് ശരിക്കും ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് സ്റ്റെപ്പ് ഇല്ലാതെ മാത്രമല്ല കാലിൻ്റെ സ്റ്റെപ്പൊക്കെ വഴുതി പോകുന്ന പോലെ എന്ന് പറഞ്ഞു. അതേ മദ്യപിച്ച് പാടുന്നൊരു പാട്ടിൻ്റെ സീനായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത്. ജോണി വാക്കർ എന്നാണ് സിനിമയുടെ പേര്. ജോണി വാക്കർ എന്ന് പറയുമ്പോൾ അറിയാലോ, മദ്യം കഴിക്കുന്നവർക്ക് അറിയാം, ആ ആ ആ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പം അങ്ങനെയുള്ള സിനിമയിൽ ആ പാട്ട് ഭയങ്കര ഹിറ്റായി മാറി. ആ സിനിമയും കാശ് കിട്ടി കേട്ടോ. പാട്ട് മാത്രമല്ല, സിനിമയും കാശുണ്ടാക്കി. പക്ഷെ അന്ന് പലരും പറഞ്ഞു ജയരാജ് ഇങ്ങനെയൊരു സിനിമ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. കാരണം നിലവാരമുള്ള സിനിമകളുടെ ഒരാളായിട്ടാണ് ജയരാജനെ അറിയപ്പെട്ടത്. അപ്പോൾ ചോദിക്കുന്നത് ജോണി വാക്കർ നിലവാരമില്ലേ എന്നുള്ളത്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അല്ലേ. കാരണം നമ്മൾ രണ്ട് തരത്തിൽ നമ്മൾ സിനിമയെ സമീപിക്കുന്നുണ്ട്. ഈ കലയും കച്ചവടവും ഇടകലർന്നൊരു സിനിമ, ചിലത് തനി കച്ചവട സിനിമ. ആ കച്ചവട സിനിമയാകുമ്പോൾ മോശമായിട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ കൊള്ളാം എന്നൊക്കെ പറയുന്ന പോലെ ജയരാജിനെ ഒരു സാധാരണ സംവിധായകനായിട്ടല്ല അന്ന് കണ്ടിരുന്നത്. പിന്നീട് ജയരാജ് നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡുകൾ നിറയെ വാങ്ങി. ആ ജയരാജിൻ്റെ ഒപ്പം പലരും കൂടുതൽ പബ്ലിസിറ്റി നേടി. ജയരാജ് ഒരു പബ്ലിസിറ്റിയും പോയില്ല. തൻ്റെ ജോലിയാണ് തൻ്റെ പ്രശസ്തിയെല്ലാം നേടിയെടുക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കി, നല്ല നല്ല സിനിമകളുണ്ടാക്കി, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി സിനിമ സ്റ്റുഡിയോ ഉണ്ടാക്കി, അങ്ങനെ വലിയ രീതിയിൽ കോട്ടയത്ത് താമസിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പുതിയൊരു സിനിമ ഈ ശാന്തമീ രാത്രിയിൽ അന്നത്തെ തൻ്റെ സിനിമയിലെ പാട്ട് ആ ടൈറ്റിൽ പുതിയൊരു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവാണ് ജയരാജ്. ഇതേ സിനിമ തന്നെയാണ് ഇപ്പോൾ തുടരും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് 3 സിനിമയിൽ കാണുകയാണ് നമ്മളിപ്പോൾ. ആ ചർച്ച എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു വിഷമമുണ്ടായിരിക്കും. മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലല്ലോ, മോഹൻലാൽ അപാരമായിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചർച്ച വേണ്ട. മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അത്ര വൈദഗ്ധ്യമില്ല എന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. മമ്മൂട്ടിയുടെ കാലിൽ ലേശൊരു മുടന്നുണ്ട്. ഈ മുടന്ത് സിനിമയ്ക്ക് വേണ്ടി ഹോമിച്ചൊരു മുടന്നാണെന്ന് ആലോചിക്കണം. സ്ഫോടനം എന്നുള്ള സിനിമയിൽ PG വിശ്വംഭരൻ്റെ സിനിമയിൽ മമ്മൂട്ടിയെ കൊണ്ട് മതിലിൽ നിന്ന് ചാടിക്കുന്നൊരു സീനുണ്ട്. അത് ഡൂപ്പുണ്ട കാര്യം പറഞ്ഞപ്പോൾ വിശ്വംഭരൻ സമ്മതിച്ചില്ല. മമ്മൂട്ടിയെ കൊണ്ട് ചാടിച്ചു, വീണു, കാലിൻ്റെ കുഴ തെറ്റി കുറച്ച് നാൾ ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് ആ ദുരന്തം. അങ്ങനെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ചില മൈനസ് പോയിന്റുകൾക്ക് അന്ന് തോന്നി തുടങ്ങി. ലാലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊരു ആശാനാണ്. അതങ്ങനെയാണത്. അതിന് പ്രത്യേകിച്ച് ഡാൻസ് മാസ്റ്റർ വേറെ ആരും വേണ്ട. അതുകൊണ്ടാണ് ആ പാട്ട്, ആ ഹിറ്റായ പാട്ടുകൾ, മമ്മൂട്ടിയുടെ നൃത്തവും ആ പാട്ട് ഇപ്പോൾ മോഹൻലാൽ ചെയ്തപ്പോഴും കൂടുതൽ കൃത്യമായി നമുക്ക് അനുഭവപ്പെട്ടത്. അത് ഓരോരുത്തരുടെ യോഗമാണ്, സിനിമയുടെ വളർച്ചയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത്രയും വലിയ സംവിധായകനായിട്ട് പോലും, മമ്മൂട്ടി വെച്ച് ഒന്നിൽ കൂടുതൽ സിനിമ സംവിധാനം ചെയ്തിട്ട് പോലും മോഹൻലാലുമായിട്ടൊരു സിനിമ ജയരാജ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് സാഹചര്യം വന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു 4-5 വർഷം മുൻപ് മോഹൻലാലും ജയരാജും കൂടി ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ചില കഥയുടെ ഡിസ്കഷനോ മറ്റും നടന്നു എന്നാണ് എൻ്റെ അറിവ്. ഞാനതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് മറന്നുപോയി കേട്ടോ. സത്യത്തിൽ മറന്നുപോയെന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നതല്ലേ, കള്ളമല്ല. ഇപ്പം പഴയ കാര്യങ്ങൾ പലതും പറയാതിരിക്കുന്നതല്ലേ നല്ലത്. നമുക്ക് പുതിയ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഈ പാട്ട് കൂടി ചേർന്ന് അഭിനയിച്ചപ്പോൾ വളരെ രസകരമായ ഒരു ഓർമ്മയാണ് മോഹൻലാലിനത്. അപ്പോൾ അദ്ദേഹത്തെ പലരും ചോദിച്ച അതേ ചോദ്യം മോഹൻലാലിന് ചോദിച്ചു, എങ്കിൽ നിങ്ങൾക്ക് ജയരാജായിട്ടൊരു സിനിമ ചെയ്തുകൂടെ? ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതേ ചോദ്യം ജയരാജിനോടും ചോദിച്ചു. ജയരാജ്, എനിക്ക് ആഗ്രഹമുണ്ട്, ചെയ്യാം, പക്ഷേ എനിക്ക് ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ
അവരുടെ രീതിക്കനുസരിച്ചുള്ള കഥകൾ കണ്ടെത്തണം, അവരുടെ ഇതിലുള്ള ക്യാൻവാസുകൾ വലുതായിരിക്കണം. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഇല്ലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മോഹൻലാലിനെ വെച്ചുള്ള സിനിമ ചെയ്യാത്തത്. അതേസമയം ഞങ്ങൾ തമ്മിലൊരു സിനിമ ചെയ്യാനുള്ള വലിയ ആഗ്രഹവും എനിക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അത് 2026 നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് തിരക്കില്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും 2026 തന്നെ മോഹൻലാൽ ജയരാജ് കൂട്ടുകെട്ടിൽ നിന്ന് ഒരു നല്ല സിനിമ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സിനിമയാണ്, സിനിമ നടക്കുമ്പോഴേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ കാത്തിരിപ്പ് വേണം. ചിലപ്പോൾ 5-6 വർഷം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു കഥ ശരിയായി മോഹൻലാൽ ഡേറ്റ് തന്നാൽ കുറച്ച് നീണ്ടുപോയാലും ജയരാജ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഇടക്കാലത്ത് വെച്ച് എൻ്റേതായിട്ടുള്ള സിനിമാ സങ്കല്പങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾ ചെറുതാണെന്ന് പറഞ്ഞാൽ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ചെറിയ നടീനടന്മാരൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് ക്ലാസിക്കായിട്ടുള്ള സബ്ജക്റ്റുകളാണ് സിനിമയാക്കുന്നത് എന്നായിരിക്കണം. അതൊക്കെ അവാർഡ് നേടുന്നുണ്ട്. അത്തരം സിനിമയിലേക്ക് തിരിയും. എല്ലാം പായം അല്ലെങ്കിൽ പഴുത്ത് പാകമായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്നപോലെ മോഹൻലാലിൻ്റെ ഡേറ്റ്, മോഹൻലാലിൻ്റെ കഥയും എല്ലാം സ്വരുക്കൂട്ടി ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇനി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയില്ലേ, ആ ഒരവസ്ഥ വരുമ്പോൾ അത് 2026 നടന്നാൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ 2026 നീണ്ടുപോയാലോ അത് അപ്പോഴത്തെ കാര്യം. എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രോജക്റ്റ് രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. അത് നടക്കും എന്ന് തന്നെയാണ് ജയരാജ് സൂചിപ്പിച്ചത്. നല്ലൊരു സിനിമ കാണാനുള്ള അവസരം നമുക്ക് തരണം. നമ്മളപ്പോൾ ചോദിക്കും തുടരും പോലെ ആകുമോ? അങ്ങനെ ഒരു കമ്പാരിസൺ പാടില്ല. ഓരോ സിനിമയും വ്യത്യസ്തമാണ്. ഇപ്പോൾ ജയരാജിൻ്റെ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ ജയരാജ് സിനിമ എടുത്ത് എല്ലാം വ്യത്യസ്തമാണെന്ന് ആലോചിക്കണം. ഞാനറിയാവുന്ന ജയരാജ് ഭരതേട്ടൻ്റെ അസിസ്റ്റൻ്റായി വന്ന മുതലുള്ള കോട്ടയംകാരൻ പയ്യൻ, കൊച്ചു പയ്യൻ, ഈ പയ്യനാണെന്ന് ആലോചിക്കണം. ആ ജയരാജിന് മറ്റു സംവിധാന സഹായികൾക്കില്ലാത്ത ഗുണമുണ്ട്. സ്റ്റോറി ഡിസ്കഷനിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കഥ പറച്ചിലുള്ള ഡൈമെൻഷൻ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിക്കണം. അങ്ങനെയുള്ള ചെറുപ്പക്കാരെയാണ് ഞാൻ ഭരതേട്ടൻ്റെ സിനിമയിലൂടെ അടുത്ത് കണ്ടത്. അങ്ങനെ ഞങ്ങളടുപ്പമായി കൂടുതൽ. കാരണം ഞാൻ ഈ അസോസിയേറ്റ് ഡയറക്ടർമാരെ വളരെ ചുരുക്കം ചില ആൾക്കാരെ കൂടെ ഒരു ഹൃദയബന്ധം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആളാണ് അസോസിയേറ്റ് ആയിരുന്ന സിബി മലയിൽ, ജോർജ് ഗിത്തു തുടങ്ങിയ പിന്നെ ഷാജി കൈലാസ് അടക്കമുള്ളവർ. അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ജയരാജിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ജയരാജ് കോട്ടയത്ത് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് ഭരതേട്ടൻ്റെ പടത്തിലും. എൻ്റെ കഥ സിനിമയാക്കാൻ ഭരതേട്ടൻ തീരുമാനിച്ചപ്പോഴും അതിൽ അസോസിയേറ്റ് ആയിട്ട് തീരുമാനിച്ചു ജയരാജിനെയാണെന്ന് ആലോചിക്കണമെന്ന്. അക്കതിലൊക്കെ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ജയരാജ് എല്ലാവരേക്കാൾ മുൻപ്, അതായത് വളരെ പെട്ടെന്നാണ് ജയരാജ് സ്വതന്ത്ര സംവിധാനമായി തീർന്നത്. ആ മിടുക്ക് തുടർന്നുള്ള തൻ്റെ എല്ലാ സിനിമകളിലും ജയരാജിന് കൊണ്ടുവരാൻ പറ്റി. ഹിറ്റ് സിനിമകൾ, കുടുംബ സിനിമകൾ അടക്കം, അവാർഡ് സിനിമ, ഏത് സിനിമ വേണോ, ഏത് ടൈപ്പ് സിനിമയായാലും അത് ജയരാജിൻ്റെ കൈകളിൽ ഭദ്രം. അതായത് എല്ലാ തരം സിനിമകളും ചെയ്യാൻ അറിയാവുന്ന ഒരു സംവിധായകനാണ് താനെന്ന് ജയരാജ് തെളിയിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ ശാന്തമാ രാത്രിയുള്ള സിനിമ വരുമ്പോൾ അതൊരു വമ്പൻ സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഫിലിം ബൈ ജയരാജ് നമുക്ക് ധൈര്യപൂർവ്വം എഴുതി കാണിക്കാവുന്നതാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മോഹൻലാൽ ജയരാജ് സിനിമ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വരണം.